സാർ 0.4875 സാറിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ ഫയർ പ്ലാൻ തയ്യാറാക്കുന്നത് സാർ തന്നെയായിരുന്നു. ടൈഗർ ഹില്ലിനപ്പുറം ഇതിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് കാര്യങ്ങൾ ചെയ്തത്. എങ്ങനെയായിരുന്നു ആ ഒരു അറ്റാക്ക്, ആ ഒരു ആക്രമണം, നമ്മളെങ്ങനെയാണത് പിടിച്ചെടുത്തത്? ഫസ്റ്റ്ലി 0.4875ൻ്റെ പ്രാധാന്യം, ഇത് നാഷണൽ ഹൈവേ 1 ആൽഫ ഉണ്ടല്ലോ, അത് മുഗൾപുര എന്ന് പറയുന്ന അവിടുന്ന് ദ്രാസ് വരെയുള്ള കംപ്ലീറ്റ് ഏരിയ അതിനെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് 0.4875, മാസീവ് ഫീച്ചർ. അപ്പോൾ അതിൻ്റെ മീതെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് ഏകദേശം അവരുടെ 2 കമ്പനി ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഫീച്ചർ പിടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ദ്രാസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുത്തത് 79 മൗണ്ടൻ ബ്രിഗേഡിനാണ്. 79 മൗണ്ടൻ ബ്രിഗേഡിൽ അന്ന് ഉണ്ടായിരുന്ന ബറ്റാലിയൻസ്, ഒന്ന് 17 ജാട്ട്, 13 ജാക്രിഫ്. ആ 5140ൻ്റെ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം 13 ജാക്രിഫിനെ 79 ബ്രിഗേഡിന് അലോട്ട് ചെയ്തു. പിന്നെ 2 നാഗ എന്ന് പറയുന്ന വേറെ ഒരു ബറ്റാലിയൻ, 12 മഹാർ എന്ന് പറയുന്ന മറ്റൊരു ബറ്റാലിയൻ, പിന്നെ 28 RR രാഷ്ട്രീയ റൈഫിൾസ് ബറ്റാലിയൻ. ഇത്രയായിരുന്നു ഇവരുടെ ഇൻഫൻട്രി കോമ്പണൻറ്റ്. അതുകൂടാതെ 9 പേര സ്പെഷ്യൽ ഫോഴ്സ്, അവരും 50 പാര ബ്രിഗേഡ്, അതിലെ 1-2 ബറ്റാലിയൻസ് അത്രയും. അപ്പോൾ അവർക്ക് വേറെ ടാസ്കുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ഇതിലെ ഇൻഫൻട്രി കോമ്പണൻറ്റ്. 0.4875 എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫീച്ചറായ കാരണം ഒറ്റയ്ക്ക് ഒരു ബറ്റാലിയനെ കൊണ്ട് ഒരു ഇതിൽ, ഇപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ ഒരേ ബറ്റാലിയനാണ് ലോഞ്ച് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ടോളല്ലെങ്കിൽ 2 രാജ് റൈഫ്, പിന്നീട് 5140 മെയിൻലി 13 ജാഗ്രേഫ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 18 ഗഡ്വാൾ റൈഫിൾ എന്നൊക്കെ. ഇവിടെ അത് പറ്റില്ല. ഇവിടെ പല മൾട്ടി ഡയറക്ഷനിൽ നിന്ന് വേണം അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മൾട്ടി ഡയറക്ഷനിൽ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഈ ഫീച്ചറിൻ്റെ മീതുള്ള ഫയർ പ്ലാൻ ഉണ്ടാക്കേണ്ട റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്. അപ്പോൾ വാജ്യത്ത് ഈ ഫയർ പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സാധാരണ ഒരു ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഡീഗ്രേഡ് ചെയ്യും. ഡീഗ്രേഡ് എന്ന് വെച്ചാൽ ആർട്ടിലറി ഫയർ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മളൊരു 40%, 50%, 60% പോസിബിൾ അത്രയും തന്നെ ഡീഗ്രേഡ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ ഫൈറ്റിംഗ് പൊട്ടൻഷ്യൽ കുറയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻഫൻട്രി മെയിൻ അറ്റാക്ക് തുടങ്ങുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, കവറിങ് ഫയർ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ SOS ഇത് ചെയ്യുക, അവരുടെ ഗൺ ഏരിയനെ ഫയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ടാസ്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫയർ പ്ലാൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫയർ പ്ലാനാണ്. ഒന്നാമത് വളരെ വലിയ ഏരിയ. അപ്പോൾ അത്രയും വലിയ ഏരിയനെ നമ്മൾ ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന ആർട്ടിലറി കോമ്പണൻറ്റ് ഞാൻ പറഞ്ഞുതരാം. 19 ആർട്ടിലറി 5 യൂണിറ്റ്സാണ്. അപ്പോൾ ഒരു യൂണിറ്റിൽ 6 ഗൺസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 19 × 6 114. പിന്നെ ഇതിൻ്റെ മീതെ 8 ബോഫേഴ്സ് ഗൺ ഡയറക്റ്റ് ഫയറിങ്ങിനായിട്ടുണ്ടായിരുന്നു. പിന്നെ BMRL, അതായത് BM-21 റോക്കറ്റ് ലോഞ്ചർ, ഇത്രയും ആർട്ടിലറിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫയർ പ്ലാൻ ഉണ്ടാക്കുന്ന റെസ്പോൺസിബിലിറ്റി നമ്മളോട് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇത്രയും വലിയ ഏരിയ കവർ ചെയ്യുന്നത് നമുക്ക് എക്സാക്ട്ലി ഒരു ഡിപ്ലോയ്മെൻറ്റ് അറിയില്ല. അപ്പോൾ ഓരോരോ പോയിൻറ്റിൽ വേണം ഗൺസിന് ഡയറക്റ്റ് ചെയ്യാൻ. ആദ്യത്തെ ആ ഡീഗ്രഡേഷൻ അത് ചെയ്യുമ്പോഴും നമ്മളതിനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ 6 ഗൺസ് ഒരുമിച്ച് ഫയർ ചെയ്യുന്നിടത്ത് 1 ഗൺ മാത്രമാണ് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഗണ്ണിനോട് പറയണം, നിങ്ങൾ ആദ്യം ഇവിടെ ഫയർ ചെയ്യുക, പിന്നെ ഇടത്തോട്ട് ഫയർ ചെയ്യുക, പിന്നെ ഇടത്തോട്ട് ഫയർ ചെയ്യുക, ഇങ്ങനെ ഫയർ ചെയ്യുക, പിന്നെ സെൻറ്ററിലേക്ക് വരിക, റൈറ്റിലോട്ട് ഫയർ ചെയ്യുക, പിന്നെ വീണ്ടും തിരിച്ചു വരിക, പിന്നെ ഡെപ്തിലേക്ക് ഫയർ ചെയ്യുക, അങ്ങനെ ഫയർ ചെയ്യാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഫയർ പ്ലാനാണ്. അപ്പോൾ ഈ ഫയർ പ്ലാനിൻ്റെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല അറിവ് വേണം. അതുമാത്രമല്ല, മനസ്സ് ആ നേരത്ത് ഏകാഗ്രത കിട്ടണം. അപ്പോൾ അത്രയും സീനിയറായിട്ടുള്ളൊരു ഓഫീസർ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ, ഞാനല്ല ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഫയർ പ്ലാനാണ് ഉണ്ടാക്കുന്നത്. ഒറിജിനലി അറ്റാക്ക് പ്ലാൻ ഇൻഫൻട്രി ബ്രിഗേഡ് കമാൻഡറാണ്, അദ്ദേഹത്തിൻ്റെയാണ് ആക്ച്വൽ പ്ലാൻ. ഈ പ്ലാനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഫയർ പ്ലാൻ ഉണ്ടാക്കുന്നത്.